പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് സപ്ലിമെൻറ്റ്സ് അങ്ങോട്ട് കഴിക്കാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടതൊക്കെ ഇവിടെ കിട്ടും. ഒരിക്കലും നമ്മുടെ ദഹനത്തെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ സപ്ലിമെൻ്റ് കൊണ്ട് പറ്റില്ല. നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തെ ചവച്ചരക്കാൻ വേണ്ടി സഹായിക്കില്ലല്ലോ. ഭക്ഷണം തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സപ്ലിമെൻറ്റ്സ് അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ദഹനം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ നിശബ്ദതയാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടൊക്കെ ചില കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. അതൊരു സ്ട്രെസ് ഈറ്റിംഗ് ആണ്. നമ്മുടെ ദഹനം ഇഷ്ടപ്പെടുന്നത് സൈലൻസ് ആണ്. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ നിശബ്ദമായിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്ക്രീനോ മൊബൈലോ ഒന്നും സ്ക്രോൾ ചെയ്തൊന്ന് കഴിച്ച് നോക്ക്. നമ്മുടെ ബോഡി ഹീലാവുന്നത് എപ്പോഴാണ്? അത് ഭക്ഷണങ്ങൾക്കിടയിലാണ്, ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്ക്, നമ്മുടെ ദഹനത്തിന് ഒരു വെക്കേഷൻ ടൈം നമ്മളെപ്പോഴും കൊടുക്കണം. ഈ മീൽ ഗ്യാപ്പ് നമ്മളെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും, പ്രമേഹമൊക്കെ ക്യൂർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ മീലിൻ്റെ ഇടയിൽ ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഇടണം. ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയാപ്പിളിൻ്റെ വീട്ടിലെത്തി അവിടുന്ന് കഴിക്കും, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് പുതിയണ്ണിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടുന്നും കഴിക്കും, പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ അടുത്തൊരു സ്നാക്സ് ഉണ്ടാവും, അതും കഴിക്കും. ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു 3-4 ഗ്യാപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം.